വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസൽ അഭയാർത്ഥികൾക്ക് വേണ്ടി ഗസയിലുണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സും തുർക്കിയുടെ അണ്ടറിലുണ്ടായിരുന്ന ഗസയിലെ ഏക ക്യാൻസർ ആശുപത്രിയും ഇസ്രായേൽ ഇന്നലെ ബോംബിട്ട് തകർത്തു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണിതെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സൗകര്യങ്ങളും സ്ഥാപനങ്ങളും ഏതൊരവസ്ഥയിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഏതൊരു യുദ്ധമായിരുന്നാലും ആ യുദ്ധത്തിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനങ്ങൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ യാതൊരു കടന്നുകയറ്റമോ അക്രമങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇവിടെ ഗസയുടെ മേലുള്ള ഇസ്രായേൽ യുദ്ധത്തിന് മാത്രം അതിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഗസൻ യുദ്ധത്തിൽ 250-ലധികം UN വർക്കേഴ്സാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മെയ് 13-ന് UN വാഹനത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു UN സ്റ്റാഫ് മെമ്പർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭയുടെ ഗസൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗസയിലെ ഹെഡ്ക്വാർട്ടേഴ്സും തകർക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ ചിറകരിഞ്ഞു വീഴ്ത്തിയ ഒരു പക്ഷിയെ പോലെ ചിറകിട്ടടിച്ച് കരയാൻ മാത്രമേ UN കഴിയുന്നുള്ളൂ. എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും ഒരു അധികാരവും ഇല്ലാത്ത അവസ്ഥയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇപ്പോഴുള്ളത്. എന്തിനാണ് ലോകത്തിന് മുന്നിൽ ഇങ്ങനെയൊരു സംഘടന അപഹാസ്യരായി നിലകൊള്ളുന്നത്? കുറെ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റാമെന്നല്ലാതെ മറ്റെന്തൊരു ലാഭമാണ് ഇതുകൊണ്ടുള്ളത്? വമ്പന്മാരുടെ മുമ്പിൽ കൊമ്പ് നഷ്ടപ്പെട്ട വലിയൊരു ജീവിയായി ഇടം മുടക്കി നിൽക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ഉദ്യോഗസ്ഥന്മാരെയും സംഘടനയെയും നിലനിർത്തുന്നതിന് വേണ്ടി കോടികൾ നഷ്ടപ്പെടുത്തുന്നതിനപ്പുറം യാതൊരു നേട്ടവും ഈ സംഘടനയെ കൊണ്ട് ഇപ്പോഴില്ല ലോകത്തിന്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 80 ഫലസ്തീനികളാണ്. നിരപരാധികളുടെ ചോര കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഇസ്രായേലിന്റെ അതിക്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പിഞ്ചു കുട്ടികളടക്കം 5 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഹമാസിനെ വേട്ടയാടുക എന്ന നിലയിൽ ജനവാസ മേഖലകൾ മാത്രമാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സാധാരണ മനുഷ്യർ മാത്രമാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ദുയൂഫിന് വേണ്ടി വേട്ടയാടി എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം 100-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത്. എന്നാൽ മുഹമ്മദ് ദുയൂഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഹമാസ് പറയുന്നത്. ആൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നോ, ഹമാസ് എവിടെയാണെന്നോ ബന്ദികൾ എവിടെയാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഇസ്രായേലിന് ലോകത്തിന് മുമ്പിൽ എന്ത് മേന്മയാണ് പറയാനുള്ളത്? എന്ത് നേട്ടമാണ് ഇതുവരെ പറയാനുള്ളത്? നിരപരാധികളായ കുറെ ജനങ്ങളെ കൊന്നു എന്നല്ലാതെ ഇസ്രായേൽ എന്താണ് നേടിയത്? എണ്ണി പറയാൻ മാത്രം എത്ര ഹമാസിന്റെ പോരാളികളെ അവർ കൊന്നു. ഒന്നിനും കഴിയാത്ത സാധാരണ ജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് ഏറ്റവും വലിയ ദുർബലതയാണ്. എല്ലാത്തരം കഴിവുകളും ശക്തികളും തങ്ങൾക്കുണ്ടെന്ന് വീമ്പിളക്കുന്നവരുടെ മുന്നിൽ ബന്ദികളെ ഒളിപ്പിച്ചു വെക്കുന്നത് തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വളരെയധികം മോശവും അവരുടെ വീരകഥകളെ ചോദ്യം ചെയ്യുന്നതുമാണ്. ആകാശത്തിന് മുകളിൽ നിന്ന് ബോംബിട്ടും മിസൈൽ അയച്ചും സാധാരണ മനുഷ്യരെ കൊല്ലുന്നത്, അവരുടെ പാർപ്പിടങ്ങളും ബിൽഡിങ്ങുകളും മറ്റും നശിപ്പിക്കുന്നതും അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്നതും ധീരതയല്ല, അത് ഏറ്റവും വലിയ ഭീരുത്വമാണ്. അത് ഏറ്റവും വലിയ ഭീകരത കൂടിയാണ്. അത് ഏത് ഭീരുവിനും ചെയ്യാവുന്ന പ്രവൃത്തിയുമാണ്. സെൻട്രൽ ഗസയിലെ ദർ അൽ ബലയിലെ ജനവാസ മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററുകളിൽ നിന്നാണ് ഷെല്ലിംഗ് നടത്തിയത്. ചിന്നിച്ചിതറിയ കുട്ടികളുടെ ശരീരാവശിഷ്ടങ്ങൾ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചത് ബാഗുകളിൽ നിറച്ചാണ്. എത്ര ക്രൂരമായിരിക്കും, എത്ര പൈശാചികമായിരിക്കും ആ രംഗങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർക്കപ്പെട്ട ഗസയിലെ അതേ ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ശക്തമായ വ്യോമാക്രമണം നടത്തുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യവും ഹമാസിന്റെ പോരാളികളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നത്. ഇതിനിടെ തുർക്കിയുടെ അണ്ടറിലുള്ള ഗസയിലെ ടർക്കിഷ് ഫലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ ഇസ്രായേൽ തകർത്തു. ഗസയിലുണ്ടായിരുന്ന ഏക ക്യാൻസർ ഹോസ്പിറ്റൽ കൂടിയായിരുന്നു ഇത്. വേദനകൾ തിന്ന് ജീവിതം തള്ളി നിൽക്കുന്നവരുടെ ഏക ആശ്രയമായിരുന്നു ഇത്. അതുകൂടി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഖേദകരമാണ്, എത്രമാത്രം സാഡിസമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളുടെ ഏക ആശ്രയമായിരുന്നു ഈ ഹോസ്പിറ്റൽ. അതുകൂടി ഇസ്രായേൽ ഇല്ലാതാക്കി. ഇസ്രായേലിന്റെ ഈ ഹീനകൃത്യത്തിനെതിരെ തുർക്കി ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന് ശക്തമായ മറുപടി നൽകുമെന്ന് തുർക്കി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ തുർക്കി കൂടി ഈ രംഗത്തേക്ക് വന്നാൽ മേഖലയുടെ സ്ഥിതി വളരെയധികം വഷളായി തീരും. കുറച്ചു നാളുകൾക്ക് ശേഷം ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നു. ഡ്രോണുകളും മിസൈലുകൾ അയച്ച് 2
ചരക്ക് കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചത്. ഗസയിലെ ഇസ്രായേലി ആക്രമണത്തിനെതിരെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് ഹൂത്തികൾ. ഇതുവരെ 100-ലധികം കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചിട്ടുള്ളത്. അതേസമയം ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ സംഘർഷം ശക്തിയാർജിക്കുകയാണ്. ഹിസ്ബുള്ള ഇന്നലെയും ഇസ്രായേലിലേക്ക് 20-ലധികം റോക്കറ്റുകൾ അയച്ചു. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ പലതും കത്തിച്ചാമ്പലായി എന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ മുൾമുനയിലാക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹിസ്ബുള്ള പറയുന്നത് ലബനൻ അതിർത്തിയിലെ സമാധാനവും ഗസൻ യുദ്ധത്തിന്റെ വെടിനിർത്തലുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ്. അത് നേടും വരെ തങ്ങളുടെ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ്.